കേരളക്കരയിലെ കണ്ണീർ നോവായി വീണ്ടും ശ്രുതിയുടെ അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി. വയനാട് ദുരന്തത്തിൻ്റെ ബാക്കി പത്രം. അമ്മയുടെ ചിതയെരിയുമ്പോൾ ഒരിറ്റു കണ്ണീർ പോലും പൊഴിക്കാനാകാതെ തകർന്ന കാലുകളുമായി ശ്രുതി ആംബുലൻസിൽ ഇരുന്നു. ചൂരൽമല ഉരുൾപൊട്ടലിൽ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് വാഹനാപകടത്തിൽ പ്രതിസുത വരൻ ജെൻസനെയും നഷ്ടമായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിരിക്കാണ് അമ്മയുടെ ശരീരം കുഴിമാടത്തിൽ നിന്നെടുത്ത് ഹൈന്ദവാചാരപ്രകാരം അടക്കം ചെയ്യണമെന്ന് ശ്രുതി ആവശ്യപ്പെട്ടത്. ഇന്നലെയാണ് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്ത പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ നിന്നും ശ്രുതിയുടെ അമ്മയുടെ മൃതദേഹം എടുത്ത് മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൊതുശ്മശാനത്തിൽ ആചാരപ്രകാരം ദഹിപ്പിച്ചത്. കൽപ്പറ്റയിലെ ആശുപത്രിയിൽ നിന്നും സ്ട്രെച്ചറിൽ കിടത്തിയാണ് ശ്രുതിയെ ആംബുലൻസിലേക്ക് കയറ്റിയത്. തുടർന്ന് മേപ്പാടി മാരിയമ്മൻ ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. കാലുകൾ ഒടിഞ്ഞ് ശസ്ത്രക്രിയ ചെയ്തതിനാൽ ശ്രുതിക്ക് നടക്കാൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ ആംബുലൻസിൽ നിന്നും പുറത്തിറങ്ങാനായില്ല. ചിതയെരിയുമ്പോൾ വിതുമ്പാൻ പോലും ശ്രുതിക്ക് ആകുമായിരുന്നില്ല. മൃതദേഹം പൊതുശ്മശാനത്തിൽ നിന്നെടുക്കുമ്പോഴും ദഹിപ്പിക്കുമ്പോഴും ജെൻസന്റെ പിതാവ് ജയനും ശ്രുതിക്കൊപ്പം താങ്ങും തണലുമായി ഉണ്ടായിരുന്നു. ചൂരൽമല ഉരുൾപൊട്ടലിൽ അച്ഛൻ ശിവണ്ണൻ, അമ്മ സബിത, സഹോദരി ശ്രേയ എന്നിവരുൾപ്പെടെ 9 ബന്ധുക്കളെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. സഹോദരിയെയും അച്ഛനെയും തിരിച്ചറിഞ്ഞ് നേരത്തെ സംസ്കരിച്ചിരുന്നു. DNA പരിശോധനയിലൂടെയാണ് അമ്മയെ തിരിച്ചറിഞ്ഞത്. അതിനുശേഷം ഓഗസ്റ്റ് 30-ന് ജെൻസനും ശ്രുതിയും ഒരുമിച്ച് അമ്മയെ സംസ്കരിച്ച പൊതുശ്മശാനത്തിൽ എത്തിയിരുന്നു. കുടുംബത്തിൽ എല്ലാവരും നഷ്ടമായപ്പോൾ ശ്രുതിയുടെ ഏകാശ്രയം ജെൻസനായിരുന്നു. ഈ മാസം 10-ന് കൽപ്പറ്റയിലെ വാടക വീട്ടിൽ ലക്കിടിയിലേക്ക് പോകവെയാണ് ജെൻസനും ശ്രുതിയും ബന്ധുക്കളും സഞ്ചരിച്ച വൻ ബസ്സിൽ ഇടിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജെൻസൻ പിറ്റേന്ന് മരണത്തിന് കീഴടങ്ങി. ശ്രുതി ചികിത്സയിലിരിക്കുന്ന ആശുപത്രിയിൽ എത്തിച്ചാണ് ജെൻസന്റെ മൃതദേഹം കാണിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ശ്രുതി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ഇതിനിടെയാണ് അമ്മയെ ഹൈന്ദവ ആചാരപ്രകാരം അടക്കണമെന്ന ആവശ്യം ശ്രുതി അറിയിച്ചത്.